ചെമ്പനീർ പൂവിൻ്റെ വരും ആഴ്ചയിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആൻ്റണി കാരണം സച്ചി വൈറലാവുന്ന എപ്പിസോഡാണ് അടുത്ത ഭാഗങ്ങളിൽ വരാൻ പോകുന്നത്. സച്ചി അറിയാതെ നമ്മുടെ ആൻ്റണി ഒരു വീഡിയോ എടുക്കുവാണ്. ആ വീഡിയോ ആണെങ്കിൽ ആൻ്റണി എഡിറ്റ് ചെയ്ത് നല്ല അതിഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്ത് ഒറിജിനലിലെ വെല്ലുന്ന വീഡിയോ ആക്കിയിട്ട് നെറ്റിലിടുകയാണ് സോഷ്യൽ മീഡിയയിൽ. അത് നല്ലോണം വൈറലാവുന്നതുകൊണ്ട് സച്ചിയുടെ ജീവിതത്തിൽ അടുത്ത പ്രശ്നങ്ങൾ അടുത്ത ആഴ്ചയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിക്ക് പൂമാല കിട്ടാൻ ഏർപ്പാട് കൊടുത്ത ആ നേതാവ് ഉണ്ടല്ലോ, ആ നേതാവ് സച്ചിയെ വിളിച്ചിട്ട്, സച്ചി എൻ്റെ സുഹൃത്തിനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വേണം, നീ നല്ല കാർ ഓടിക്കുന്ന ആളല്ലേ, അപ്പോൾ നിനക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലോ, ഒരു സെക്കൻഡ് ഹാൻഡിൽ കണ്ടാൽ പുതിയതുപോലെ തോന്നിക്കുന്ന ഒരു കാറ് വേണമെന്നൊക്കെ നേതാവ് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്താ സാറേ, ഞാൻ നിങ്ങളെ കാറ് മേടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് കാണുന്നുണ്ട്, കണ്ടാൽ നല്ല പുതുപുത്തൻ കാറ്, അതാണെങ്കിൽ വേറൊരാൾ നോക്കി വെച്ചിരിക്കുവാണ്. സച്ചി നല്ലോണം തർക്കിച്ച് വില പേശി ആ കാറ് മേടിക്കുവാണ് അവരുടെ കയ്യിൽ നിന്ന്. അപ്പം നേതാവിൻ്റെ സുഹൃത്തിനൊക്കെ ഭയങ്കര സന്തോഷമാവേ. സച്ചി മേടിച്ചു കൊടുത്ത കാറെന്ന് വെച്ചാൽ അത്രക്ക് നല്ല കാറാണ്, കണ്ടാൽ പുതിയതുപോലെ തോന്നും. അപ്പോൾ നേതാവിൻ്റെ സുഹൃത്തും ഒക്കെ ഒരു ട്രീറ്റിന് വേണ്ടി ക്ഷണിക്കുവാണ് സച്ചിയെ. എടാ സച്ചി വാ, നമുക്കൊന്ന് ആഘോഷിക്കാം, ഏതായാലും കാറ് മേടിച്ചതല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് സച്ചിയെയും കൂട്ടി ഇവരെല്ലാവരും കൂടി നേരെ പോകുവാണ്. ആഘോഷിക്കണമെങ്കിൽ എല്ലാവരും പോകുന്നത് ബാറിലാണല്ലോ, അതുപോലെ തന്നെ ഇവരും നേരെ വണ്ടി വിടുവാണ് ബാറിലോട്ട്. സച്ചിയുടെ കാറിലാണ് യാത്ര. എന്നിട്ട് ബാർ എത്തുമ്പോഴേക്കും സച്ചിയോട് പറയുന്നുണ്ട്, വാ സച്ചി, നമുക്ക് പോയി ഓരോന്ന് അടിച്ചിട്ടും വരാം, ഇന്ന് നിന്റെ ദിവസമാണ്, നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ കാറ് കിട്ടിയത്, നല്ല പുത്തൻ കാറ്, നീ വാ, നീ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷം ഉണ്ടായതെന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട് ബാറിൽ പോയി കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സച്ചി പറയുന്നുണ്ട്, ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കുന്നില്ല, നിങ്ങൾ പോയി ആഘോഷിച്ചോ എന്ന് പറയുമ്പോൾ, അല്ല സച്ചി വാ, നീ ഇല്ലാതെ ഞങ്ങൾ പോകില്ല, നീയും കൂടി വാ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇല്ല സാറേ, ഇതെൻ്റെ രേവതി മേടിച്ചെന്ന കാറാണ്, രേവതി മേടിച്ചെന്ന കാറ് ഞാൻ കള്ള് കുടിച്ച് ഓടിക്കത്തില്ല, മാത്രമല്ല ഇത് ഡ്യൂട്ടി ടൈമും കൂടിയാണ്, ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് ഇനി ഒരുപാട് ട്രിപ്പൊക്കെ വരും, അതുകൊണ്ട് കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് പ്ലീസ് നിങ്ങൾ പോകൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി അപേക്ഷിക്കുവാണ്. അപ്പോൾ നേതാവ് പറയും, കുടിക്കാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയല്ല, വാ നമുക്ക് പോയി കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവരകത്തോട്ട് കയറുവാണ്. സച്ചി പറയുന്നുണ്ട്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ അകത്ത് വെക്കുമെന്ന്. അങ്ങനെ സച്ചി പുറത്തും ഇവർ അകത്തോട്ടും കയറുവാണ്. അപ്പോൾ ഈ ബാറിലാണ് നമ്മുടെ ആൻ്റണിയും സുഹൃത്തുക്കളും ഉള്ളത്. ആൻ്റണിയും സുഹൃത്തുക്കളും അവിടെ കള്ളു കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നേതാക്കളും എല്ലാവരും കൂടി വരുന്നുണ്ട്. അവർ കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് കുടിക്കുന്നുമുണ്ട്. സച്ചി പുറത്ത് വെയിറ്റ് ചെയ്ത കാര്യം അപ്പം ആൻ്റണിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും ഈ നേതാവും കൂട്ടുകാരൊന്നും പുറത്തോട്ട് വരുന്നില്ല. ആൻ്റണിക്കാണെങ്കിൽ സച്ചിക്കാണെങ്കിൽ സ്ഥിരം വിളിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി പറയും, ഒരു 15 മിനിറ്റ് ചേട്ടാ, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പിലാണ്, അവരെ എത്തിച്ചു കൊടുത്തിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാറിൻ്റെ അകത്തോട്ട് പോവാണ്. കാരണം ഇവരെ കാണുന്നില്ലല്ലോ പുറത്തോട്ട്. അപ്പോൾ സച്ചി അകത്തോട്ട് കയറുന്നതും ആൻ്റണി നോക്കുമ്പോൾ സച്ചി ബാറിലോട്ട് കയറി വരുന്നു. ഇതവൻ്റെ ഡ്യൂട്ടി ടൈമല്ലേ, ഇവനെന്താ ഈ ടൈമിൽ ബാറിൽ എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ പൊക്കി പിടിക്കുകയാണ്. സച്ചി ഇതൊന്നും കാണുന്നില്ല, സച്ചി ആൻ്റണിയൊന്നും കണ്ടിട്ടില്ല. സച്ചി നേരെ പോകുന്നത് നേതാവിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ നേതാവ് പറയുന്നുണ്ട്, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, എത്ര നേരം നീ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കും, വാ നമുക്ക് ഓരോന്ന് അടിക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അയ്യോ സാറേ അതല്ല, ഞാനൊരു വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് സച്ചി പറയും. അപ്പോഴേക്കും ആൻ്റണി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആൻ്റണിയുടെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, എടാ നീ പോയി അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ആൻ്റണിയുടെ സുഹൃത്ത് പോയി നോക്കുമ്പോഴേക്കും സച്ചി കുടിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പറയണം. നേതാവ് നിർബന്ധിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല കുടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഈ കൂട്ടുകാരൻ പോയി ആൻ്റണിയുടെ അടുത്ത് പറയും, ആൻ്റണി ചേട്ടാ സച്ചി കുടിക്കാനെന്നല്ല വന്നത്, അവൻ ഏതൊരു ട്രിപ്പിൻ്റെ കാര്യം ചോദിക്കുക, പോട്ടെ എന്നൊക്കെ പെർമിഷൻ മേടിക്കുക എന്ന് പറയുവാണ്. അപ്പോൾ ആൻ്റണി പറയും, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, പക്ഷേ ഇവൻ്റെ വീഡിയോ ഞാൻ എടുക്കും, ഇത് വെച്ചൊരു പണി ഞാൻ അവനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആൻ്റണി സച്ചിയുടെ വീഡിയോ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ നേതാവിന് ഒരു ബിയറിൻ്റെ കുപ്പി പൊട്ടിക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ സച്ചിയെ ഏൽപ്പിക്കുന്നുണ്ട്, സച്ചി ഇതൊന്ന് പൊട്ടിച്ച് താടാന്ന് പറഞ്ഞ് സച്ചി ഏൽപ്പിക്കുവാണ്. സച്ചി അത് പൊട്ടിച്ച് നേതാവിന് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ടച്ചിങ്സിന് വെച്ച മിച്ചറൊക്കെ പെറുക്കി തിന്നുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണേ. എന്നിട്ട് സച്ചി അവരോട് പറയുന്നുണ്ട്, സാർ എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, എനിക്ക് പോകണം, അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേതാവ് പറയുന്നുണ്ട്, എന്നാൽ നീ പൊക്കോടാ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി താമസിക്കും, നീ പൊക്കോ എന്ന് പറഞ്ഞ് സച്ചിയെ വിടുവാണ്. അപ്പോൾ ബാറാണല്ലോ, എല്ലാവരും കള്ളു കുടിക്കുന്നവരാണല്ലോ, അവിടെ അപ്പോൾ ഒരു കള്ളുകുടിയൻ വന്ന് സച്ചിയായിട്ട് ഇടിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആൻ്റണി ഇത് മൊത്തം സച്ചിയുടെ പുറകേൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്, സച്ചി അറിയാതെ തന്നെ. എന്നിട്ട് എല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും ആൻ്റണി നമ്മുടെ കൂട്ടുകാരനോട്
പറയും, എടാ ഞാൻ ഈ പകർത്തിയ സച്ചിയുടെ ക്ലിപ്പുകളുണ്ടല്ലോ, ഇതിലവൻ കുടിച്ചിട്ടില്ല, പക്ഷെ എനിക്കത് കുടിച്ചതാക്കി നീ മാറ്റിത്തരണം. എന്നിട്ട് സച്ചി ഒരു കുടിയനായിട്ട് എനിക്ക് ആ വീഡിയോയിൽ ചിത്രീകരിക്കണം എന്നൊക്കെ കൂട്ടുകാരോട് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയും, അതിനെന്താ, ഇപ്പോഴല്ല അതിനുള്ള സംവിധാനങ്ങളുള്ളത്, എഡിറ്റ് ചെയ്ത് ഞാനിതൊരു സച്ചിയെ കുടിയനാക്കി കാണിച്ചു തരാമെന്ന് പറയുവാണ്. എന്നിട്ട് വീഡിയോ ആൻ്റണി കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആൻ്റണി പറയുന്നുണ്ട്, എന്നിട്ട് എനിക്കിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം, അവൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ ആൻ്റണി പറയുവാണ് കൂട്ടുകാരനോട്. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ചെയ്യുവാണ്. സച്ചിയുടെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പകർത്തുവാണ്. അത് സച്ചി നല്ല കുടിയനായിട്ട് തോന്നുവാണ് ആ വീഡിയോയിൽ. അങ്ങനെയാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് സച്ചി ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല. സച്ചി ട്രിപ്പിനൊക്കെ പോകുവാണ്. പക്ഷെ അപ്പോഴേക്കും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്പർ 1 ട്രെൻഡിങ്ങിൽ വരുവാണ്. നാട്ടുകാരും വീട്ടുകാരും മൊത്തം ഈ വീഡിയോ കാണുന്നുണ്ട്. സച്ചി ഡ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നില്ല കേട്ടോ. സച്ചി ട്രിപ്പിന് പോകുമ്പോഴേക്കും കാറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് പറയും, എടോ താൻ വണ്ടി നിർത്തിയിടോ, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞ് സച്ചിയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ സർ, എന്തിനാ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്? എനിക്കൊന്നും തൻ്റെ ട്രിപ്പ് വേണ്ട, തൻ്റെ ഓട്ടം ശരിയല്ല, താനും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോകുന്നുണ്ട്. സച്ചിക്ക് ഇത് ഭയങ്കര വിഷമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറു സ്ഥലത്ത് ഈ വീഡിയോ കണ്ട ശരത്ത് നേരെ രേവതിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. രേവതി ചേച്ചിയല്ലേ പറഞ്ഞത് ആൻ്റണി ചേട്ടൻ കള്ളുകുടിയനാണെന്ന്, നോക്കിയേ നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് എന്തായിരുന്നു കാണിക്കുന്നതെന്ന്. എൻ്റെ ആൻ്റണി ചേട്ടൻ കള്ളു കുടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, നിങ്ങളുടെ ഭർത്താവ് എന്താ കാണിക്കുന്നത് നോക്ക്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ആ വീഡിയോ രേവതിക്ക് കാണിച്ചു കൊടുക്കുകയെ. വീഡിയോ കാണുന്നതും രേവതി ഞെട്ടിപ്പോവും. അയ്യോ എൻ്റെ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ ഡ്യൂട്ടി ടൈമിൽ കള്ളു കുടിച്ചിട്ട് ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് രേവതി പറയുവാണ്. കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം. രേവതിയൊക്കെ ആ വീഡിയോ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഒറിജിനലാണ് ആ വീഡിയോ. സച്ചിയുടെ കള്ള് കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് രേവതി ഞെട്ടിപ്പോകുവാണ്. അതേസമയം സുധി പാർക്കിൽ കിടന്ന വീഡിയോ സച്ചി വീട്ടിലെ TV-യിലൊക്കെ ഇട്ട് കാണിച്ചതാണല്ലോ, അതിന് പകരം വീട്ടാൻ കിട്ടിയ ഒരു അവസരമായിട്ട് സുധി ഇത് കാണുവാണ്. സുധിയും നേരെ വീട്ടിൽ പോയിട്ട് സച്ചിയുടെ ഈ വീഡിയോ TV-യിലിട്ട് പ്ലേ ചെയ്യുവാണ്. അച്ഛാ ഞാൻ പാർക്കിൽ വെറുതെ അല്ലേ കിടന്നത്, നിങ്ങളുടെ മകൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് TV-യിൽ വീഡിയോ ഇടുന്നത്. ഇത് കാണുന്നതും രവീന്ദ്രനും പോകുന്നുണ്ട്. അയ്യോ ഇതെന്താ സച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അച്ഛാ ഈ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് സച്ചിയേട്ടൻ്റെ, ഇതിന് താഴെ എന്തോരം മോശം കമൻസ് ആണെന്നോ വരുന്നത്. സച്ചിയേട്ടനെ പോലുള്ളവരാണ് ഈ നാടിൻ്റെ ശാപം, ഇവൻ്റെ ലൈസൻസ് റദ്ദാക്കണം, ഇവനെ പോലുള്ളവരാണ് ഈ നാട്ടിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള കമൻസ് ആണ് അച്ഛാ, എന്തൊക്കെ ആളുകൾ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ കാരണം ആ ചടങ്ങിന് ഞങ്ങൾ നാണം കെട്ടു, വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു, ഇപ്പോഴത്തെ നാട്ടുകാരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾ നാണം കിട്ടും, ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും, എനിക്ക് ഓർക്കാൻ വയ്യ, എല്ലാവരും കൂടി ഈ വീടിൻ്റെ ഉള്ളിൽ കഥകടച്ചിരുന്നോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് രവീന്ദ്രനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴും സച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആൻ്റണി ഒപ്പിച്ച് ഈ പണിയൊന്നും സച്ചി അറിഞ്ഞിട്ടില്ല. ആൻ്റണി ഏതായാലും നല്ലോണം സന്തോഷിക്കുന്നുണ്ട്. അതേസമയം മധുസൂദനൻ, സച്ചിയുടെ വേറൊരു ശത്രു, ട്രാഫിക് പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് സച്ചിയെ കണ്ട അവൻ്റെ ലൈസൻസ് റദ്ദാക്കണം, ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കള്ളുകുടിയാനാണ് അവൻ, കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ട്രാഫിക് പോലീസിനും കംപ്ലൈൻറ്റ് കൊടുക്കുവാണ്. അതോടുകൂടി സച്ചിയുടെ വണ്ടി കാണുമ്പോൾ ട്രാഫിക് പോലീസ് പിടിച്ചുകൊണ്ടും പോകുന്നുണ്ട്. സച്ചിയുടെ ജീവിതമാർഗമായ ഓട്ടം, കാർ ഓട്ടം നിന്ന് പാവം നമ്മുടെ സച്ചിയുടെ ജീവിതം അധോഗതിയാവുകയാണ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന വിശേഷം. ഇത് ആൻ്റണിയാണ് ഈ പണി ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്തായാലും നല്ലൊരു ഫൈറ്റ് സീൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സംഭവം എന്താണെന്നും ഇതിന് പിറകിൽ ആരാണെന്നും കണ്ടുപിടിച്ച് അതിന് അതോടെ കഴിഞ്ഞു ആൻ്റണിയുടെ കളികൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.